BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയ്ക്ക് പിന്നാലെ കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിലും ആചാരാനുഷ്ഠാനങ്ങളിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിൽപ്പെട്ട ചിലർ എത്തിയത് ഒരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇടവമാസത്തിലെ ചോദ്യനാളിൽ ആരംഭിക്കുന്ന വൈശാഖ മഹോത്സവം മിഥുന മാസത്തിലെ ചിത്തിര നാളിലാണ് അവസാനിക്കുക. നെയ്യാട്ടം, ആലിംഗന പുഷ്പാഞ്ജലി തുടങ്ങിയ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ വൈശാഖ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ട്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ നിന്നായി ഈ 28 ദിവസത്തെ ആഘോഷത്തിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. ഈ 28 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ പൂജയും പ്രവേശനവും ഉള്ളത്. മലബാറിലെ 64 ഹൈന്ദവ സമുദായങ്ങളിൽപ്പെട്ടവരാണ് ഇളനീരെഴുന്നള്ളത്ത് മുതൽ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും നടത്തുന്നത്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന കൊട്ടിയൂർ വൈശാഖ ഉത്സവം വിപണന സാധ്യത കൊണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോഴാണ് പുതിയ വിവാദം അരങ്ങേറുന്നത്. കർണാടകത്തിലെ മിനിമം വേജസ് ബോർഡ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പാറപ്രവൻ ഷാഹിദ് എന്നയാളാണ് തൻ്റെ കുടുംബക്കാർക്ക് ബാവലിപ്പുഴയിൽ കല്ലിട്ട് ക്ഷേത്രഭാഗത്തേക്ക് നീരൊഴുക്ക് തിരിച്ചുവിടാൻ അവകാശമുണ്ടായിരുന്നു എന്ന വാദവുമായി രംഗത്തെത്തിയത്. ഇത് 120 വർഷം മുമ്പ് നിർത്തലാക്കിയതാണെന്നും അവകാശം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ഇക്കുറി എത്തിയത്. 120 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കുടുംബത്തിന് അവകാശം നൽകിയിരുന്നതിൻ്റെ രേഖകളോ വാമൊഴികളോ വരമൊഴികളോ ഇല്ലെന്നാണ് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റ് പറയുന്നത്. കഴിഞ്ഞ 80 വർഷമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രായം ചെന്നവർ ഇപ്പോഴും കൊട്ടിയൂരുണ്ട്. അവരാരും തന്നെ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അവർ പറയുന്നത് ഈ പുഴയിലെ പണിക്ക് നാട്ടുകാരെയും പുറത്തുള്ളവരെയും ഇപ്പോൾ ബംഗാളികളെയും വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം പേരെ ദിവസക്കൂലിക്ക് വിളിച്ച് അപ്പോഴപ്പോൾ കിട്ടുന്നവരെ ഉപയോഗിച്ചാണ് കല്ലിട്ട് ക്ഷേത്രത്തിലേക്ക് നീരൊഴുക്ക് സാധ്യമാക്കുന്നത്. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുമായോ അവകാശങ്ങളുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല. പുഴയിൽ കല്ലിടുന്നത് സാധാരണ ഒരു കൂലിപ്പണി മാത്രമാണ്. 120 വർഷം മുമ്പ് രാജഭരണകാലത്ത് നിർത്തി എന്ന് പറയുന്ന ഇക്കാര്യത്തിന് പിന്നീട് കുടുംബക്കാർ ഇന്നുവരെ ആരെയും സമീപിച്ചിട്ടില്ല. കൊട്ടിയൂർ വൈശാഖത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കടന്നു കയറാനുള്ള തീവ്രവാദികളുടെ ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ശബരിമലയിൽ 1950 തീവപ്പ് വരെ അവിടെ വാവർ നട ഉണ്ടായിരുന്നില്ല. വാപുരനായിരുന്നു അവിടെ പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത്. വാപുരന്റെ പേരിൽ തിരുവല്ലയിലെ മല്ലപ്പള്ളി അടക്കം പല ഭാഗത്തും ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളുമുണ്ട്. 1972 MN നമ്പ്യാർ ശബരിമല അയ്യപ്പൻ എന്ന സിനിമ എടുത്തപ്പോൾ കഥയിൽ കൂട്ടിച്ചേർത്ത അയ്യപ്പന്റെ മതനിരപേക്ഷ ചങ്ങാതിയാണ് വാവർ എന്ന സങ്കല്പം. ഇതുപയോഗിച്ച് ശബരിമലയിൽ വാവർ നട സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഹൈന്ദവ സംഘടനാ നേതാക്കളായ വിജി തമ്പിയും വത്സം തല്ലങ്കേരിയും മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിപ്പാടും പറയുന്നത്. ഇതേ തന്ത്രത്തിലൂടെ കൊട്ടിയൂരിലും ആ അവകാശങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും കടന്നു കയറാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമമാണിതെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അഭിപ്രായപ്പെടുന്നു. ക്ഷേത്ര ആരാധനയിൽ കൈകടത്താനും വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യാനും ഇല്ലാത്ത കെട്ടുകഥകളുമായി വരുന്നവരെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നാണ് ഹിന്ദു സംഘടനകൾ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ചരിത്രപരമായ വിശ്വാസപരമായ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും അടിസ്ഥാനത്തിൽ കൊട്ടിയൂരിൽ കടന്നു കയറാനുള്ള ശ്രമം നിയമപരമായി ചെറുക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റും വ്യക്തമാക്കി. കർണാടക ആസ്ഥാനമായി ഒരുപറ്റം തീവ്രവാദികൾ കർണാടകത്തിലെയും കേരളത്തിലെയും ഹൈന്ദവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടത്തുന്നുവെന്നാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആരോപണം ഉയർത്തിയത്. ഒരുപറ്റം മാധ്യമങ്ങളും തീവ്രവാദികളും ഇതുമായി രംഗത്ത് വന്നിരുന്നു. നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം ലൈംഗിക ചൂഷണത്തിന് ശേഷം അവിടെ കുഴിച്ചിട്ടിരുന്നു എന്നായിരുന്നു ആരോപണം.
അവസാനം കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ ആൾ തന്നെ ഇത് കെട്ടുകഥയാണെന്ന് വ്യക്തമാക്കി. സ്വന്തം മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതിയുമായി വന്ന സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകൾ ഇല്ലെന്നും അവർ ഇടതുപക്ഷ മാവോവാദി പ്രവർത്തകയാണെന്നും അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി. ഏതാണ്ട് 200 കോടി രൂപയോളം ചെലവഴിച്ച് ധർമ്മസ്ഥലയെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു എന്ന് അന്വേഷണത്തിൽ SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും തീവ്രവാദി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെയും ഭീകര സംഘടനകളുടെയും പിന്തുണയോടെ നടക്കുന്ന അതേ ഗൂഢാലോചന തന്നെയാണ് കൊട്ടിയൂരിലും നടന്നതെന്നാണ് ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കുന്നത്. വൈശാഖ മഹോത്സവം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ ശ്രമത്തിനെതിരെ അതിശക്തമായി ഭക്തന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയിലാകട്ടെ ചേർത്തലയില് വെളുത്തച്ഛൻ എന്ന അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പുതിയ അവകാശവാദവുമായി ഒരു ക്രിസ്ത്യൻ വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയിലെ തീർത്ഥാടനവും ശബരിമലയിലെ ഭക്തജന പ്രവാഹവും തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതേപോലെ തന്നെ കൊട്ടിയൂരിൽ കടന്നു കയറാനും കൊട്ടിയൂരിലെ ഭക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്താനുമുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ എന്ന ആരോപണം ശക്തിപ്പെടുമ്പോൾ അതിനെ തീരെ തള്ളിക്കളയാൻ ആവുന്നില്ല എന്നതാണ് സത്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.